ഹലോ ദോസ്തോ, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എവിടെയെന്നറിയോ? കാണില്ല ഞങ്ങളെ ഭീമാപ്പള്ളിയിലാണ് വന്നിരുന്നത്. അവിടുത്തെ കാഴ്ചകളാണ്ടത്. അതിവിശാലമായിട്ടുള്ളൊരു ഏരിയ ഇട്ടാ അതിൻ്റെ നടുവിലാണ് ഒരു പള്ളി. ബഷീറ കയറി പോകണം. ബഷീറ ചെയ്യാണ്ട് പോണേ അടക്കടക്കെ. അപ്പോൾ ബഷീറിന് മൂത്രം ഇക്കാണ്ടായിരുന്നു കേട്ടോ. ആണ്ട് പോയണേ, വേറൊന്നുമല്ല. അപ്പോൾ അവന് മൂത്രപ്പേരയ്ക്ക് പോയണം. അപ്പോൾ അടിയിലാണ് മൂത്രപ്പേര. ഇതാണ് കേട്ടോ പള്ളി. ഇവിടെയാണ് ദർഗ. മക്കാമൊക്കെ ഇതിൻ്റെ ഉള്ളിലാണുള്ളത്. നല്ല പുരാന കാലത്തുള്ള പഴയ ടൈപ്പ് ഒരു പള്ളിയാണ് കേട്ടോ. ഇതിനുള്ളിൽ തന്നെയാണ് മസ്ജിദും അതിൻ്റെ അങ്ങേപ്പുറത്താണ് ഈ മക്കാമൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഏത് ഭാഗത്തെന്നുള്ളത് സൈഡ് കൂടി അങ്ങനെ നടന്നു പോയാൽ ഇതിൻ്റെ മക്കാമിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. കണ്ടില്ല നിങ്ങൾ? ഇവിടെ വന്നാൽ മുതലാവും. ഒരുപാട് ഏരിയയിലാണ് കേട്ടോ. ഏക്കർ കണക്കിനുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു ഏരിയ കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഈ ഒരു മക്കാമിൻ്റെ ഉള്ളിലേക്കൊന്ന് പ്രവേശിക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളും മറ്റൊക്കെ നമുക്ക് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മൾ മക്കാമിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഇവിടെയാണ് കേട്ടോ. അവിടെ നമ്മൾ പുറത്ത് അല്ലാതെ അവിടുന്ന് വീഡിയോ ചെയ്തിട്ടില്ല, പുറത്ത് ഇറങ്ങിയിട്ട്. അപ്പോൾ പുറത്ത് ഇറങ്ങിയപ്പോൾ കണ്ടങ്ങളെ ഇവിടുത്തെ കാഴ്ചനിട്ട് ഒരുപാട് കണ്ടമാന ഏരിയ ഉണ്ട്. ഇവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോരോ ഇതും കാണുന്നുണ്ട്. ഓരോരോ ചെറിയ ചെറിയ ബാർ മക്കാമുകളൊക്കെ കാണുന്നുണ്ട്. ഇതാണ് കേട്ടോ ആ പള്ളി, നമ്മളെ ഭീമാപ്പള്ളി എന്ന് പറയുന്ന ആ പള്ളി. ഇതാണ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഓരോ കുടങ്ങൾ കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ പോയി നോക്കട്ടോ. ചന്ദനക്കുടമാണ്. ഇവിടെ നേർച്ച തലയിൽ വെച്ചിട്ട് പള്ളി കൊടുക്കാൻ അതിനുള്ളതല്ലേ. അപ്പോൾ ദോസ്തത് ചന്ദനക്കൂടം എന്ന് പറഞ്ഞ ഒരു കൂടാണ്. ഒരു നേർച്ച ചെയ്യുന്നതാണ്. അപ്പോൾ ഓരോ ആളുകൾ ഇങ്ങനെ നേർച്ച ചെയ്ത് വെക്കണതാണത്. ഇത് ഈ കൂടം ഇത് ഇവിടുത്തെ ഭയങ്കര പ്രസിദ്ധമായിട്ടുള്ള ഒരു നേർച്ചയാണ് ഈ ഒരു ഇത്. അതായത് നമ്മൾ ഇതിൻ്റെ പരിസരങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് കാണിച്ചു തരട്ടോ. അതിന് പള്ളി എല്ലാ പരിസരം എല്ലാ ഭാഗവും ഒന്നിങ്ങനെ കാണിച്ചു തരാം. ഒരിക്കലൊക്കെ നിങ്ങളൊന്നും ഇവിടെ വന്നു നോക്കുക. എല്ലാ മതസ്ഥരും ഒരുപാട് എന്താ പറയുക, ഒരുപാട് ഫലങ്ങൾ കിട്ടുന്ന ഒരു മക്കാമാണിത്. ചന്ദനക്കുടം പല മതസ്ഥരും ഇവിടെ വരുന്നുണ്ട്. ഇവിടെ സിയാറത്ത് ചെയ്യാനും മറ്റൊക്കെ പലരും ഇവിടെ വന്നു പോകുന്നുണ്ട്. ഇതൊക്കെ പ്രസിദ്ധമായിട്ടുള്ള ഒരു മക്കാമാണ് ഭീമാപ്പള്ളി എന്ന് പറയുന്ന ഈ ഒരു പള്ളിയും ഇതൊക്കെ ഇതിനടങ്ങിയിട്ട് വെക്കുന്ന മക്കാമും. അങ്ങനെ ദോസ്തോ ഞങ്ങൾ തിരികെ പോകുന്നു കേട്ടോ. തിരികെ ഇവിടെ നിന്ന് തന്നെ ബസ്സുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഈ ബസ്സിൽ നിന്നുള്ളൊരു കാഴ്ച ഞങ്ങൾ ഈ കാണുന്നു കേട്ടോ. അപ്പം നമ്മൾ തിരികെ പോവുകയാണ്. ഇവിടെ നിന്ന് തന്നെ ബസ്സും കാര്യങ്ങളൊക്കെ തിരുവനന്തപുരം സിറ്റിയിലോട്ട് ഇവിടെ നിന്ന് തന്നെ ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കൺഫ്യൂഷൻ ആകാനൊന്നുമില്ല. ഭീമാപ്പള്ളി എന്ന് എഴുതി വെച്ച ബസ്സുകൾ ഒരുപാട് തിരുവനന്തപുരം സിറ്റിയിലുണ്ട്. ഏകദേശം തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് 7 കിലോമീറ്ററാണ് ഭീമാപ്പള്ളിയിലേക്ക്